അമ്മച്ചി നമ്മൾ ഒത്തിരി കറികൾ വെച്ചു ഇപ്പം അല്ലേ? കുറേ നാളായിട്ട് നമ്മൾ ഒരുപാട് പാചകം ചെയ്തു. ഇന്നിപ്പോൾ എന്നാ ഇന്നൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. ചിക്കൻ കറി എങ്ങനത്തെ ചിക്കൻ കറി? സാധാ ചിക്കൻ കറിയാണോ അതോ? സാധാന്ന് പറഞ്ഞാൽ വലിയ മാറ്റമില്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന ഒരു ചിക്കൻ കറി എന്നുള്ളൂ ഉള്ള ഒരു ചെറിയ മാറ്റം. അതെ എല്ലാവരും തേങ്ങാപ്പാൽ ഉപയോഗിക്കില്ല. ഇല്ല, തേങ്ങാപ്പാൽ ചേർത്തുള്ള. അതെ അപ്പം നമ്മുടെ സംഭവങ്ങളെല്ലാം ഇവിടെ റെഡിയാ. പിന്നെ സ്റ്റൗ കത്തിച്ചങ്ങ് തുടങ്ങിയാൽ മതി. അപ്പം അമ്മച്ചിയുടെ അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി തുടങ്ങാം. സ്റ്റൗ കത്തിച്ചു. ചട്ടി ഒന്ന് ചൂടാകണം. ഇന്ന് ഷിനോയി കോഴിക്കറി വെക്കാവോ നമുക്കൊന്ന് നോക്കിയാലോ? പിന്നെ കോഴിക്കറി വെക്കുന്നതിന് എന്താ, എണ്ണ ഒഴിച്ചേക്കാന്നാല്? അതെ, ഒഴിക്കട്ടെ? ഒഴിച്ചോ. ലിപ്പ് വിചാരിക്കണ്ട കേട്ടോ. ആണോ? നന്നായിട്ട് ഇച്ചിരി കൂടുതൽ ഒഴിച്ചോ. കോഴിയല്ലേ? കോഴിയാ? അത്ര മതിയോ? അത്രയും കുറച്ചുകൂടെ കിടന്നോട്ടെ. ഓക്കെ. അമ്മച്ചിക്ക് കൂടെ എണ്ണ ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്. എന്നപ്പോൾ കടുകിടാം അല്ലേ? കടുകിട്ടോ. എണ്ണ ചൂടാകാതെയാണോ കടുകിട്ടത്? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണ്ടായിരുന്നോ? അങ്ങനെയാണ് ഞാൻ ചെയ്തോളാം. അപ്പോൾ എന്നെ കൂട്ടത്തില്ല? ഇല്ല, അവിടെ നിന്നാൽ മതി. മതി. അതെ. ചിക്കൻ കറി കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അല്ലേ? ഉണ്ട്. അതെ. എന്നാൽ അമ്മച്ചേനെ ഉണ്ടായിരിക്കാം. ഉണ്ടോ? ഇപ്പം എണ്ണ ചൂടായി കണ്ടോ? ഒരബദ്ധമൊക്കെ പറ്റും അമ്മച്ചി? പറ്റും, ആർക്കായാലും. ആദ്യമേ അല്ലേ? അടുത്ത തവണ നോക്കിയാൽ ഞാൻ കടുക് നന്നായിട്ട് പൊട്ടിച്ച് കാണിക്കും. അതില്ലേ? മുടി വെച്ചൊന്ന് പൊട്ടിച്ചാലോ? മുടി വെച്ചാകുമ്പോഴേ തെറിക്കാതിരിക്കും. നേരത്തേക്ക് തെറിക്കാരാ? അതെ. പൊട്ടിക്കഴിഞ്ഞു തോന്നല്ലേ? ഇല്ല, പൊട്ടിക്കഴിഞ്ഞില്ല, കാണാമല്ലോ. അപ്പം എനിക്ക് കാണുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതല്ല. എന്നാൽ ഇനി ചിക്കൻ ഇടാൻ വെച്ച്? ചിക്കൻ ഇടാറായില്ല. ഇതൊക്കെ വഴറ്റണ്ടേ? സവോള വഴറ്റണം. പൊട്ടട്ടെ, പൊട്ടിക്കണ്ടോ? പൊട്ടിക്കഴിഞ്ഞു ഉണ്ടോ? മൂടി വെച്ചാലേ നമുക്ക് തെറിക്കാതിരിക്കുകയും ചെയ്യും. 2 സവോള. പിന്നെ അല്ലാതെ നമ്മൾ അതിനുള്ള സാധനമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അല്ലാതെ 2 അല്ല 3 4 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് സാധനം അല്ലേ ഉള്ളൂ, നമുക്ക് അധികം ആക്കേണ്ട കാര്യമില്ല. എന്തൊരു ചിക്കൻ ഉണ്ട്? ചിക്കൻ ഇത് 1.5 കിലോ ഉണ്ട്. 1.5 കിലോ? 1.5 കിലോ ചിക്കന് 2 സവോള. 2 സവോള, വലിയ സവോളയാണ്. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ലേശം ഉപ്പൊഴിച്ചാലേ ഇന്ന് ഇളക്കിയത് ഞാൻ സ്വല്പം നേരം ഒന്ന് വിശ്രമിക്കട്ടെ കേട്ടോ. ഒഴിവാക്കിയതല്ല, ഷിനോയ്ക്ക് അറിയാം. ഷിനോയെ ഞാൻ പഠിപ്പിക്കാനായിട്ട് വന്ന. ഞാനിവിടെ ഇരുന്നോട്ടെ കേട്ടോ, ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. തോന്നും. പിന്നെ തീർച്ചയായിട്ടും നല്ല ബുദ്ധിയുള്ള ആളല്ലേ? എല്ലാവർക്കും തോന്നുമായിരുന്നെങ്കിൽ. ബുദ്ധിയുണ്ടെന്നോ? ഉണ്ട്. ഞാൻ പറഞ്ഞേക്കാം എല്ലാവരോടും. അത് വഴന്നോ? എന്നാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടോ. ഇട്ടോ, അതും കൂടെ ഇട്ടോ. ഓക്കെ. ഇളക്കിക്കോ. തീ ഒരു സ്വല്പം കൂട്ടിയിട്ടേ. വഴന്ന കരിഞ്ഞു പോകല്ലോ കേട്ടോ. വഴന്നോ? എന്നാൽ നമുക്ക് തക്കാളിക്കായും കൂടെ. അത് 2 തക്കാളിക്ക. 2 തക്കാളി മൊത്തം ഇട്ടോ? ഇട്ടോ. ഒത്തിരി വലുതല്ല, ചെറുതാണേ, അത് കാരണം കുഴപ്പമില്ല. സബോള വലുതായ സമയത്ത് തക്കാളിയും കൂടെ വലുത് മേടിക്കണ്ടായിരുന്നോ? സബോള അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് കറിക്ക് ചേരുന്നത് പോരെ. വെറുതെ ഇടണ്ടാണല്ലോ. ഷിനോയി, ആ തക്കാളിക്ക ഇതൊന്ന് മൂടി വെച്ചേ, എന്നിട്ട് തീ ഒന്ന് സിമ്മയിലിട്ടേ. ഇങ്ങോട്ട് തവി വെച്ചു, ഇവിടെ തവി വെച്ചു. ഒന്ന് വേഗം.
ഓക്കെ അമ്മച്ചി. ആ അമ്മച്ചി പറയുന്ന പോലെ തന്നെ ചെയ്യാം. അതെ. ഞാൻ ഇഷ്ടത്തിനൊരു വിലയില്ലല്ലോ. ഞാൻ ഇനി ആങ്കറായിട്ട് നിൽക്കാം. ഷിനോയി കുക്ക് ചെയ്യാം. 100% ഉണ്ടോ? എന്നാലും അമ്മച്ചി തന്നെ ചെയ്യുന്നത് നല്ലത്. ഞാനെന്തിനാ നാട്ടുകാരുടെ അടി മേടിക്കുന്നത്? കുറച്ചേരം ഇരിക്കണമെങ്കിൽ അതുകൊണ്ടല്ലേ ഞാനെനിക്ക് ഇരിക്കണമെന്നൊന്നും ഷിനോയി ഒന്നും ചെയ്യുന്ന കാണാമല്ലോ എന്ന് ഓർത്താ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഷിനോയി ആണല്ലോ അതിനൊരു അലങ്കാരമായിട്ട് നിൽക്കുന്നത് ഇപ്പൊ. പുട്ടിന് തേങ്ങ പോലെ. അതെ. അതോ പുട്ടിന് കടല പോലെയോ? പുട്ടിന് കടലയോ പഴമോ അല്ലേ? ഒന്ന് നോക്കിക്കേ, ഒന്നുകൂടെ ഒന്ന് ഇളക്കിക്കേ. ഒന്നുകൂടെ ഇളക്കിക്കേ. എന്നാ അനുസരണ ഒരു കൊച്ചാന്ന് നോക്കുക പറഞ്ഞു. നോക്കി. പ്രാവശ്യം അമ്മച്ചി ഉണ്ടാക്കിയ പുട്ടും കടലയും നല്ല സൂപ്പറായിരുന്നു. അതെ. അമ്മച്ചി ആകാനായി അമ്മച്ചി? ഇല്ല, സ്വല്പം കൂടെ കഴിയട്ടെ. തന്നെ മടുത്തോ? കസര വേണോ? വേണ്ട, വെയിറ്റ് ചെയ്യാം. ഇതിന് കഷ്ടപ്പാടുണ്ടെന്നുള്ളത് അല്ലേ? കഷ്ടപ്പാടാ അല്ലേ? കഴിക്കാൻ ഒരു പാടുമില്ല. ഇങ്ങോട്ടൊക്കെ നല്ല മഴയല്ലേ അമ്മച്ചി? നല്ല മഴയാ. എല്ലായിടത്തും പെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി കൂടുതലാണ് മഴ. ആണോ? ഇന്ന് മഴ നിൽക്കുമായിരിക്കും. ഷിനോയി ഇവിടെ വന്ന കാരണം. നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്യല്ലേ? അത് ഇച്ചിരിയായിട്ടാണോ കണക്കാക്കുന്നത്? അല്ല, ഇന്ന് ഇവിടുത്തെ മഴ നിന്നിട്ട് അങ്ങോട്ട് പെയ്യുന്നു. അങ്ങനെ സാധ്യത. ഇടയ്ക്കൊന്ന് ഇളക്കിക്കോയേ. വർത്താനം പറഞ്ഞാലേ മഴ പെയ്താലേ നമ്മുടെ പണിയും കൂടെ നടക്കണ്ടേ? അതെയോ? ഏകദേശം ആയിട്ടുണ്ട്. അത് 2 സ്പൂൺ ഇട്ടോ. 2 സ്പൂൺ മുളക് പൊടി. കാശ്മീരി 1 സ്പൂൺ ഇവിടെ. കാശ്മീരി 1 സ്പൂൺ. മല്ലിപ്പൊടി 2 സ്പൂണ്. 2 സ്പൂൺ മല്ലിപ്പൊടി. അത് ഗരം മസാല കുറച്ച് മതിയേ. ഇത്ര മതിയോ? അത്ര മതി. അത് മതി. നമുക്ക് സ്വല്പം തീ കൂട്ടിയിട്ടിട്ടേ. അത് നമുക്ക് കുറച്ചുകൂടെ ലാസ്റ്റ് ഇട്ടാൽ മതിയല്ലോ. ഇനി അതുകൂടെ അല്ലേ ചേർക്കാനുള്ളൂ. വേണം പതുക്കെ ഒന്ന് ഇളക്കിക്കോ അല്ലേ? വെറുതെ നിർത്താറല്ലേ? ഏതായാലും അവിടുന്ന് വന്നല്ലേ, എത്ര ദൂരാന്നേ. എന്തേലും ഒരു പണി വേണ്ടേ? അമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു അസൂയ. അതെല്ലേ? തരുതരം മതി അമ്മച്ചി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതായിട്ടില്ല അമ്മച്ചി? ആയിക്കാണും. അതല്ലോ. ഇനി ഞാൻ ചിക്കൻ അങ്ങോട്ട് ഇടാം. നമുക്ക് വരണോ? കൂടിയ ഐറ്റത്തിലേക്കൊക്കെ പോകുമ്പോഴേ ചിക്കനെ പേടിയാണോ? ചിക്കനെ പേടിയില്ല, എന്നാലും ചിക്കൻ കൊത്തുപോകുന്ന ആ കൈപ്പുണ്യം കിട്ടണമെങ്കിൽ. അതെയോ? ഇതിനകത്തും വെള്ളം ഒഴിക്കണ്ടല്ലേ? വേണ്ട. ഇതിൻ്റെ ഈ കോഴിയല്ലേ, ഇതിൻ്റെ ഇറച്ചിയുടെ വെള്ളമേ ഇതിനകത്തോട്ട് ഇറങ്ങും. നല്ലപോലെ അടി തീർത്തിങ്ങോട്ടെ അതിൻ്റെ ഗ്രേവി ഇങ്ങോട്ട് മറിച്ച് ഇട്ടാൽ മതി. മസാല മൊത്തം അതെ, തേച്ച് പിടിപ്പിച്ചാൽ മതി. അന്നേരം എത്ര സമയം വേണ്ടി വരും ചിക്കൻ വേകണമെങ്കിൽ? ഇതിനൊരു അരമണിക്കൂർ മതിയായിരിക്കും. കാരണം ചിക്കനല്ലേ. ഇനി നമുക്കേ ഇതൊന്ന് അടച്ചു വെച്ചാലേ ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് ഇറങ്ങും. അന്നേരം നമുക്കത് കഴിഞ്ഞ് കിഴങ്ങും കൂടെ ഇട്ടിട്ടേ ഇളക്കി റെഡിയാക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി അതിലേക്ക് തന്നെയാണ് ഉരുളക്കിഴങ്ങും എല്ലാം ഇടുന്നത്. അതെ. ഇത് കണ്ടോ വെള്ളം വരും. അത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കൂട്ടിയിടണ്ട. അങ്ങനെ ഇരുന്ന്
വേവണം. ഉണ്ടോ ഇത് വെള്ളം ചേർത്തില്ലേ? അതെ അതെ, അതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുന്നേ. ഇനി ഉരുളക്കിഴങ്ങിടാം. ഉദ്ദേശിച്ച് അത്രയും വെള്ളം കിട്ടി. നമുക്കൊരു സ്വല്പം ചൂടുവെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കുക. അമ്മച്ചില്ലേ പറഞ്ഞ കോഴീൻ്റെ അല്ല, ഓരോ കോഴിയുടെ ഒരു ഇതനുസരിച്ച് അങ്ങനെ പറയാം. കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച വെള്ളമാണ് ഇത്. കുറച്ച് വെള്ളം, അത് കുറച്ച് വെള്ളം. സാധാരണ ഇതിൽ കോഴിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങേണ്ടതാണ്. അതെ, കുറഞ്ഞു പോയി. പിന്നെ ഇനി നമുക്ക് ഉണ്ടോ ഇത് ഒരുമാതിരി ചാറ് കൊഴുത്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതൊരു കിഴങ്ങ. ഒരു വലിയ കിഴങ്ങാണേ. അത് മതി. കിഴങ്ങിട്ടാൽ അതിൻ്റെ ടേസ്റ്റും ഉണ്ട്, കൊഴുപ്പും കിട്ടും. ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് നല്ലതാണ്. അതെ അതെ അതെ. കളർ കുറവുണ്ടല്ലോ. അത് നല്ല മുളക് പൊടിയുടെ ലക്ഷണമാണ്. അത് മായമില്ല. സാധാരണ ചിലപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നല്ല കളർ കിട്ടുമല്ലോ. മായമുള്ളതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് മായമില്ലാത്ത പൊടിയാണ്. മായമില്ലാത്ത പൊടിയാണ്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേ ശരിയാകും, വെന്ത് വരും. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഷിനോയി, നമുക്കൊന്ന് ഇത് വേവായോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ടല്ലേ? ഇത് ഏറെക്കുറെ വെന്തിട്ടുണ്ട്. വെന്തു. ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കണം. സ്വല്പം കൂടെ ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. നിറം കുറവ്. അതോ, അത് നല്ല മുളക് പൊടിയുടെ ലക്ഷണമാണ്. അത് മായമില്ല. മായം വരുമ്പോഴാണ് കൂടുതൽ. മായം വരുമ്പോൾ ഇത് ആവശ്യത്തിനുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി കടുപ്പത്തിലില്ലെന്നേ ഉള്ളൂ. ഉണ്ട്. നമുക്കൊരു 3 ഇതൾ കറിവേപ്പില ഇടാം. നമ്മൾ നേരത്തെ കുറച്ച് സവോളയൊക്കെ വഴലാൻ വേണ്ടിയിട്ടേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് കുറച്ചുകൂടെ ഇടില്ലേ, കുറച്ച് ഉപ്പൂടെ വേണം. സ്വല്പം മതി. സിമ്മയിലിട്ടിട്ട് നമുക്കിത് കട്ടിപ്പാലാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് വെട്ടി തിളയ്ക്കാതെ ഒരു നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി. നല്ലതുപോലെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കറിയായി. ഇനിയിപ്പോൾ ഒരു ലേശം തീ കൂട്ടിയിടാം. പിന്നെ ഈ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇപ്പോഴേ സ്വല്പം ഗരം മസാലയും ഈ കുരുമുളക് പൊടിയും കൂടെ, കുരുമുളക് പൊടി അങ്ങോട്ട് ഇത് മുഴുവൻ ചേർത്തേക്കാം. ഇതിട്ടാ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡിയായി. പിന്നെ നമുക്കത് ടേസ്റ്റ് ചെയ്തേക്കാം. അതെ അതെ. പാലപ്പെടുത്ത് ചാറിനകത്തൊക്കെ മുക്കി ഒരു ചെറിയ ചിക്കൻ പീസ് ഒന്ന് പൊളിച്ചെടുത്ത് കടിക്കുക. കഴിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയാ മതി. അതെയോ? പിന്നെ സൂപ്പർ ചിക്കൻ കറി. സൂപ്പർ പൂ പോലുള്ള പാലപ്പം. തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക. കമന്റുകൾ പറയുക അല്ലേ? അതെ, എന്തായാലും അടിപൊളി. സൂപ്പറാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും ഒരു ബൈ.